ഹായ് ഹലോ എല്ലാ ഇന്ത്യ ക്ലിപ്സ് വ്യൂവേഴ്സിനും എന്റെ നമസ്കാരം. ചായല്യം എന്ന് പറഞ്ഞാല് ഈ തെയ്യത്തിനും കഥകളിക്കൊക്കെ മുഖത്ത് എഴുതുന്ന ആ ഒരു ചുവപ്പ് മഷിക്കൂട്ടിന്റെ ശരിക്കുള്ള പേരാണ് ചായല്യം എന്നുള്ളത്. ഇപ്പൊ ചായല്യം എന്റെ സിനിമയാണ്, പുതിയ സിനിമ റിലീസ് ആവാണ്. ചായല്യം എന്ന് പറഞ്ഞിട്ട് എന്താ പറയാ, ഒരുപാട് സോഷ്യൽ റിലവന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. അതും ഒരു സ്ത്രീയുടെ വ്യൂ പോയിന്റിലാണ് ആ ഫിലിം ചർച്ച ചെയ്യുന്നത്. ചായല്യത്തിനകത്ത് ഗൗരി എന്ന് പറയുന്ന ഒരു സ്ത്രീ കഥാപാത്രമാണ് എന്റേത്. ഗൗരിയാണ് ആ ഫുൾ ഫിലിം ക്യാരി ചെയ്യുന്നത്. ഗൗരി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഭാവങ്ങൾ വരുന്നൊരു സ്ത്രീ കഥാപാത്രമാണ്. അവര് മകളാണ്, അമ്മയാവുന്നുണ്ട്, കാമുകിയാവുന്നുണ്ട്, ഭാര്യയാണ്, അത് കഴിഞ്ഞ് വിധവയാവുന്നുണ്ട്. അതും കഴിഞ്ഞ് സൊസൈറ്റി ആ സ്ത്രീനെ ദൈവിയാവണം, ദൈവമായി കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് തീരെ പരിചയമില്ലാത്ത കുറെ റോൾസും കൂടെ കടന്നു വരുന്നുണ്ട് ഒരു പെൺകുട്ടിയുടെ ലൈഫില്. അപ്പം ഈ കുറെ ഇതിന്റെ ഒരു ഓരോരോ സ്റ്റേജിലുള്ള ഈ കുട്ടിയുടെ മാനസികാവസ്ഥകളും അതെങ്ങനെ ആ കുട്ടി ഓവർകം ചെയ്യുന്നു, എങ്ങനെ ലൈഫ് തിരിച്ചു പിടിക്കുന്നു, ഇതൊക്കെയാണ് ഈ ചായല്യം എന്ന് പറയുന്ന സിനിമയിൽ നമ്മൾ പറയുന്നത്. എനിക്ക് തോന്നുന്നു എനിക്ക് ഞാൻ അഭിനയിക്കുന്ന സമയത്ത് ഓരോ ഫിലിമും എനിക്കൊരു ഫ്രഷ് ഫിലിമും ഭയങ്കര ഫ്രഷ്നെസ്സുമാണ് തരുന്നത്. ഞാൻ എപ്പോഴും അത് നോക്കാറുമുണ്ട്, ഒന്നും തമ്മിൽ കണക്റ്റഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചായല്യം എന്തായാലും സ്പെഷ്യൽ ആണ്. ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ഫീമെയിൽ ക്യാരക്ടർ ഒരാൾക്ക് ചെയ്യാൻ കിട്ടുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കരിയർ ബെസ്റ്റ് പോലെയൊക്കെ പറയാവുന്ന ഒരു വേഷം തന്നെയാണ് ചായല്യം. അത് മാത്രമല്ല, കുറെ ഫെസ്റ്റിവൽസിന് പോകുന്നു, കുറെ സിനിമ സീരിയസ് ആയിട്ട് സ്നേഹിക്കുന്ന കുറെ ആൾക്കാർ കണ്ട് നല്ല അഭിപ്രായം പറയുന്നു എന്നൊക്കെ പറയുമ്പം അതൊക്കെ നമുക്ക് വലിയ സന്തോഷമുള്ളതാണ്. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പം എനിക്ക് ഈ കഥാപാത്രവും ചായല്യവും ഭയങ്കര സ്പെഷ്യലാണ്. മനോജ് കാനെയാണ് ഡയറക്ടർ. മനോജ് കാനേനെ നമുക്ക് എന്താ പറയാ, എത്ര അപ്രീഷിയേറ്റ് ചെയ്താലും മതിയാവാത്തൊരു തരം ക്യാരക്ടറാണ്. എന്താ വെച്ചാല് ഈ 5 കൊല്ലത്തോളം പുള്ളി ബക്കറ്റ് ഫണ്ട് കളക്ട് ചെയ്തിട്ട്, ഇപ്പം 1 രൂപ മുതൽ ആയിരങ്ങൾ വരെ ആളുകളുടെ നിന്ന് കളക്ട് ചെയ്ത് പല സ്ഥലത്തും പുള്ളി സ്ട്രീറ്റ് പ്ലേസ് ഒറ്റയ്ക്ക് നാടകങ്ങൾ ചെയ്ത് കളക്ട് ചെയ്ത പൈസയൊക്കെ 5 കൊല്ലം കൂട്ടി വെച്ചിട്ട് ആ പൈസ വെച്ച് ഷൂട്ട് ചെയ്ത ഒരു ഫിലിമാണ്. അപ്പം ആ ഒരു എഫേർട്ടും, അത് മാത്രമല്ല അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ജെന്യൂൻ ഫിലിമാണ് പുള്ളി എടുക്കാൻ ആഗ്രഹിച്ചതും എടുത്തതും. അപ്പം ആ ഒരു എഫേർട്ട് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ക്ലിയർ ആണ് പുള്ളിക്ക് എന്താ വേണ്ടത്, എന്താ ഇത് എല്ലാം ക്ലിയർ ആയിട്ട് അറിയും ചെയ്യാം. അപ്പം അതൊരു വലിയ കാര്യം തന്നെയായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു KG ജയൻ സാറുടെ കൂടെ എത്രയോ കുറെ ഫിലിംസ് സാർ ചെയ്തിട്ടുള്ളതാണ്. അപ്പം ജയൻ സാറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് ഒരു വലിയ കാര്യമാണ്. ജയൻ സാറാണ് എനിക്ക് കുറെ സപ്പോർട്ട് ചെയ്തത്. മനോജ് സാറിന്റെ കൂടെ തന്നെ ജയൻ സാറിന്റെയും ഒരു സപ്പോർട്ട് ഭയങ്കര വലുതായിരുന്നു. പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നു. കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റ്, മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റ്. കോസ്റ്റ്യൂം പട്ടണം റഷീദ്, മേക്കപ്പ് പട്ടണം റഷീദൊക്കെ ആയിരുന്നു. പക്ഷെ സെറ്റില് രാജീവ് അങ്കമാലിയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റും നല്ല രീതിയിൽ വർക്ക് ചെയ്ത് നന്നായി വന്നിട്ടുണ്ട് അതിൽ. മ്യൂസിക് ചെയ്തിട്ടുള്ളത് പാരിസ് ചന്ദ്രൻ എന്ന് പറയുന്ന ഒരാളാണ്. ലിറിക്സ് കുരീപ്പുഴ ശ്രീകുമാർ, ഗംഭീര ലിറിക്സ് ആണ്. എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ലിറിക്സ് ആണ്. പിന്നെ പാടിയിട്ടുള്ളത് സിത്താരിയും പിന്നെ പാരിസ് ചന്ദ്രൻ സാറിന്റെ ബ്രദർ ഉണ്ട് ശിവദാസ് എന്ന് പറഞ്ഞിട്ട്. ഇവർ രണ്ടുപേരുമാണ് പാടിയിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടമാവുന്ന രീതിയിൽ നല്ലൊരു ഫോക്ക് ടച്ചുള്ള ഒരു തോറ്റം പാട്ടൊക്കെ ആയിട്ട് ഇതിൽ ഞാൻ തെയ്യം കിട്ടുന്നുണ്ട് ഈ പടത്തിൽ. അപ്പൊ അതുകൊണ്ട് തോറ്റം പാട്ടൊക്കെ കണക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു മ്യൂസിക് പാറ്റേൺ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ഫോക്ക് സോങ് തന്നെയാണ്. കൂടെ അഭിനയിച്ചിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും ആദ്യം പറയാനുള്ളത് MR ഗോപകുമാർ സാറാണ്. എന്റെ ഭർത്താവിന്റെ അച്ഛൻ, എന്റെ അമ്മയച്ഛനായിട്ട് അഭിനയിച്ചിട്ടുള്ള ആളാണ് MR ഗോപകുമാർ സാറ്. സീനിയർ ആക്ടറാണ്, നമുക്കറിയാം. പുള്ളി ഒരുപാട് വലിയ ഡയറക്ടേഴ്സിന്റെ കൂടെ നല്ല നല്ല ഫിലിംസിൽ ഒരുപാട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷെ എന്റെ കൂടെ നിന്ന് ഇപ്പം ഞാൻ എത്ര ഭയങ്കര എഫേർട്ട് എടുക്കുന്ന കുറെ സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ എന്റെ കൂടെ നിന്ന് പുള്ളിയും സപ്പോർട്ട് ചെയ്തു. അങ്ങനെ പൊതുവെ നമ്മളെല്ലാരും തമ്മിൽ സപ്പോർട്ട് ചെയ്യും കൂടിയും ഗോപകുമാർ സാറിനെ പോലെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് ഒരു വലിയ കാര്യമാണ്. പിന്നെ ജിജോയ് പറഞ്ഞിട്ട്, ജിജോയാണ് എന്റെ ഹസ്ബൻഡായിട്ട് ചെയ്തിട്ടുള്ളത്. ജിജോയ് ഉണ്ടായിരുന്നു. പിന്നെ എന്റെ മോനായിട്ട് ആദിത്യ എന്ന് പറയുന്ന ഒരു കുട്ടിയാണ് അഭിനയിച്ചിട്ടുള്ളത്. എല്ലാവരും നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു. പിന്നെ ഇതിനകത്തൊരു അമ്മമ്മ വരുന്നുണ്ട്, എന്നെ തോറ്റപ്പാട്ട് പഠിപ്പിക്കാൻ വരുന്നത്. അത് അവിടെ നാട്ടിൽ തന്നെയുള്ള അവിടെ നിന്ന് തന്നെ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു അമ്മയാണ്. അവരും ഭയങ്കര നന്നായി ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ചായല്യം ഈ ഗൗരി എന്ന് പറയുന്ന ഞാൻ ചെയ്ത കഥാപാത്രത്തിന്റെ തന്നെ ഒരു ഫിലിം എന്ന് ശരിക്കും എനിക്ക് പ്രൗഡായിട്ട് പറയാവുന്ന ഒരു ഫിലിമാണ്. പിന്നെ എന്റെ കൂടെ ഉള്ളത് എന്റെ ഭർത്താവായിട്ട് ജിജോയാണ് ഒരു വേഷം ചെയ്തിട്ടുള്ളത്. പിന്നെ എന്റെ മോനായിട്ട് ആദിത്യൻ, പിന്നെ എന്റെ ഫാദർ ഇൻ ലോ ആയിട്ട് MR ഗോപകുമാർ സാറുണ്ട്, എന്റെ അച്ഛനായിട്ട് ചെമ്പിൽ അശോകൻ സാറുണ്ട്. പിന്നെ ഞങ്ങളുടെ രണ്ടുപേരുടെയും അമ്മമാര് അത് തിയേറ്റർ ആക്ടേഴ്സ് ആണ്. അപ്പം ജിജോയുടെ അമ്മയായിട്ടും എന്റെ അമ്മയായിട്ടും തിയേറ്റർ ആക്ടേഴ്സ് ആണ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെയാണ് അതിന്റെ ഒരു കാസ്റ്റ്.
ഞാൻ പൊതുവെ അങ്ങനെ സിനിമയെ കാറ്റഗറൈസ് ചെയ്യാത്ത ഒരാളാണ്. ന്യൂ ജനറേഷൻ, ഓൾഡ് ജനറേഷൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ജനറേഷൻസ് ഉണ്ട് എന്ന് തന്നെ എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. നല്ല സിനിമ, ചീത്ത സിനിമ എന്ന് വേണമെങ്കിൽ നമുക്ക് ഒരു കാറ്റഗറി വെക്കാൻ പറ്റുള്ളൂ. അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ചൈൽഡ് ഒരു നല്ല സിനിമയാണ്. എല്ലാതരം ആളുകൾക്കും മനസ്സിലാവുന്ന ഒരു സിനിമയാണ്. കൊച്ചുകുട്ടി മുതൽ ഏറ്റവും വയസ്സായ അപ്പൂപ്പന്മാർ ആയിട്ടുള്ള ആൾക്കാർക്ക് വരെ മനസ്സിലാവുകയും കണക്ട് ചെയ്യാൻ പറ്റുകയും നന്നായിട്ട് ഇരുന്ന് കാണാൻ പറ്റുകയും ചെയ്യാവുന്ന ഒരു എന്റർടൈനർ പ്ലസ് നമുക്ക് കുറച്ച് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ നമ്മളെ കുറച്ച് തിങ്ക് ചെയ്യിപ്പിക്കുന്ന ഒരു സിനിമയാണ്. സിനിമ ഞാനൊരു ചാനലിൽ ആങ്കറിങ് ചെയ്യുന്നുണ്ടായിരുന്നു. ഡെയിലി ലൈവ് ഷോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഫിലിംസ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ആദ്യം ചെയ്തത് ഒരു തമിഴ് ഫിലിമാണ്. അത് കഴിഞ്ഞിട്ടാണ് മലയാളം. ഈ ചൈൽഡും പറഞ്ഞ പോലെ തന്നെ അകം എന്റെ ഒരു ക്ലോസ് ടു ഹാർട്ട് ഫിലിമാണ്. അകത്തില് നമുക്കറിയാം മലയാറ്റൂർ യക്ഷി എന്ന് പറയുന്ന നോവലാണ് നമ്മൾ അതിനെ ബേസ് ചെയ്താണ് നമ്മൾ അകം ഫിലിം എടുത്തിട്ടുള്ളത്. അപ്പം യക്ഷി നോവൽ വായിച്ച് നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളതും അത് മാത്രമല്ല നമ്മൾ ആ രാഗിണീനെ നമ്മളെല്ലാവരും മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു കഥാപാത്രമാണ്. അപ്പം അങ്ങനത്തെ ഒരു കഥാപാത്രം ഓൺ സ്ക്രീൻ ചെയ്യാൻ പറ്റാന്ന് പറയുമ്പോൾ ഞാൻ ശരിക്കും ഭയങ്കര എക്സൈറ്റഡും ഭയങ്കര ടെൻസ്ഡും ആയിരുന്നു. പിന്നെ അവിടെ ചെന്ന് ശാലിനിയാണ് ഡയറക്ടർ. അപ്പം ശാലിനി ക്ലിയർ ആയിട്ട് എന്തൊക്കെയാ വേണ്ടത് എന്തായാലും പറഞ്ഞ് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുമായിരുന്നു. പിന്നെ ഫഹദ് ഉണ്ട്. ഫഹദ് നമുക്കറിയാം ഭയങ്കര ടാലന്റഡ് ആക്ടറാണ്. അപ്പൊ നമ്മള് ഓപ്പോസിറ്റിൽ നിന്ന് ഇങ്ങനെ കുറെ സ്ഥലത്ത് റിയാക്ട് ചെയ്ത് കൊടുത്താൽ തന്നെ മതിയായിരുന്നു ഫഹദിന്റെ കൂടെ നിൽക്കുമ്പോൾ. ഫഹദ് ആണെങ്കിലും അതെ, എനിക്ക് തോന്നുന്നു എന്റെ സെക്കൻഡ് മലയാളം ഫിലിം ആയിരുന്നു. അപ്പൊ അത് കാരണം ഫഹദും നല്ലപോലെ കറക്റ്റ് ചെയ്തത്. ഞാൻ ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ ഫഹദിന്റെ അടുത്ത് എപ്പോഴും പറയായിരുന്നു എന്തെങ്കിലുമൊക്കെ കറക്റ്റ് ചെയ്ത് തരണം എന്നൊക്കെ. അപ്പൊ അങ്ങനെ എല്ലാവരുടെയും കൂടെ ഒരു ടീം എഫേർട്ടായിട്ട് വന്നൊരു ഫിലിമാണ് ആക്കം. എനിക്ക് സ്പെഷ്യലാണ് ആക്കം. ആദ്യം ഞാൻ ശരിക്കും പറഞ്ഞാൽ ചാനലില് ക്യാമറയുടെ മുന്നിൽ നിന്നതിന് ശേഷമാണ് ഞാൻ ഫിലിം ക്യാമറയുടെ മുന്നിൽ നിന്നിട്ടുണ്ടായിരുന്നത്. നല്ല ടെൻഷനും എനിക്ക് പൊതുവെ ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്ന തുടങ്ങുന്ന ഒരു കുറച്ച് സമയം എപ്പോഴും എന്റെ ഒരു ടെൻഷൻ ടൈമാണ്. അപ്പം എനിക്ക് നല്ല ടെൻഷനും ഉണ്ടായിരുന്നു. പിന്നെ ഔട്ട്ഡോർ ആണ്, പുറത്തുനിന്നാണ്, ചുറ്റും കുറെ ആൾക്കാരുണ്ട്. നല്ല പേടിയായിരുന്നു. വേറെ ഒന്നും എന്റെ മനസ്സിലുണ്ടായിരുന്നില്ല. ഫുൾ ടെൻഷൻ മാത്രമേ ഉണ്ടായിരുന്നല്ലോ ആദ്യത്തെ ഷോട്ടിൽ നിൽക്കുമ്പോൾ. ഇവൻ മേഘരൂപനില് ഞാൻ തങ്കമണി എന്ന് പറയുന്ന ഒരു നാടൻ പാട്ടുകാരിയുടെ ഒരു വേഷമാണ്. തനി നാടൻ, നല്ല മുണ്ട് ബ്ലൗസ് ഒക്കെ ഇട്ട് വലിയ പൊട്ടൊക്കെ തൊട്ട് അങ്ങനത്തെ ഒരു നാടൻ പെൺകുട്ടിയാണ്. പിന്നെ അത് മാത്രമല്ല, കവി പി കുഞ്ഞിരാമൻ നായരുടെ ലൈഫിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫിലിമാണ്. അപ്പം കവി എന്റെ നാട്ടിലെ സ്കൂളില് മാഷായിരുന്നു. അപ്പം അങ്ങനെ ഒരു കണക്ഷൻ ഞങ്ങൾ തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കുറച്ചും കൂടെ ക്ലോസ് ആണ് ചെയ്യാൻ വേണ്ടിട്ട്. പിന്നെ ഞാൻ ചെയ്ത കഥാപാത്രവും മായനൂറുകാരിയാണ്. എന്റെ നാടിന്റെ അടുത്തുള്ള ഒരു സ്ത്രീയുടെ കഥാപാത്രമായിരുന്നു. നല്ല പവർഫുൾ തന്നെയാണ് ആ സ്ത്രീ. കവിനെ സ്നേഹിക്കണോ, അവരെ കല്യാണം കഴിക്കണോ, ലൈഫ് ലോങ് അവരെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. ഒരു സ്റ്റേജ് എത്തി അവർക്ക് ഇനി ലൈഫ് മുന്നിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് തോന്നുന്ന സമയത്ത് അവര് ആരും ബുദ്ധിമുട്ടിക്കാതെ പോയി സൂയിസൈഡ് ചെയ്യുന്നു. അങ്ങനത്തെ ഒരു സ്ട്രോങ് ഫീമെയിൽ ക്യാരക്ടറായിരുന്നു എനിക്ക് മേഘരൂപനിലും കിട്ടിയത്. വെടിവഴിപാട് എന്ന് പറയുന്ന സിനിമ എനിക്ക് കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു പേടിയുണ്ടായിരുന്നു. ഞാൻ കൂടുതൽ ക്രിറ്റിസിസംസ് വരുന്നായിരുന്നു ആദ്യം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ആ ടീമിലുള്ള ഒരു വിശ്വാസം, അരുൺകുമാർ, അരവിന്ദ്, മുരളി ഗോപി, ശംഭു ഡയറക്ടറിനോട് ഞാൻ സംസാരിച്ചു കഴിഞ്ഞപ്പം ആ ഒരു ടീമിലുള്ള നമ്മുടെ ഒരു ട്രസ്റ്റ്, നല്ല പവർഫുൾ ഒരു സീരിയസ് ഇഷ്യൂ സംസാരിക്കുന്ന ഒരു സ്ക്രിപ്റ്റ്, അത് രണ്ടുമായിരുന്നു എനിക്ക് ഭയങ്കര സ്ട്രോങ് പോയിന്റ്സ് ആയിട്ട് ആ ഫിലിമിൽ തോന്നിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഷൂട്ടും ഭയങ്കര കംഫർട്ടബിൾ ആയി നല്ല രീതിക്ക് പോയി. തിയേറ്ററിൽ വന്നിട്ട് ആളുകളും അത് ആ ഒരു പോസിറ്റീവ് സെൻസിൽ എടുത്തു, അല്ലെങ്കിൽ ആ സീരിയസ് കാര്യം അവർ സീരിയസ് ആയിട്ട് തന്നെ കണ്ടു എന്ന് പറയുന്ന എനിക്ക് തോന്നുന്നു ആ ഫിലിമിന്റെ ഒരു വലിയ സക്സസ്. അപ്പം ഞാൻ അതിലും ഹാപ്പിയാണ്. എന്ന് വെച്ചാൽ ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും കൂടുതൽ ക്രിറ്റിസിസം പ്രതീക്ഷിച്ചതുകൊണ്ട് എനിക്ക് അപ്രീസിയേഷൻ കിട്ടിയപ്പം അതൊരു വലിയ സന്തോഷമായി. സോഷ്യൽ നെറ്റ്വർക്ക് മീഡിയയിൽ ഞാൻ ഫേസ്ബുക്കിലാണ് ഇപ്പൊ ഉള്ളത്. ഫേസ്ബുക്കിൽ എന്റെ ഒരു പേജ് ഒക്കെ ഉണ്ട്. അപ്പം ആൾക്കാരുടെ കമന്റ്സ് ലൈവായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഫിലിമിനെ ബേസ് ചെയ്തിട്ട്. പക്ഷെ എന്നാൽ തന്നെ എനിക്ക് തോന്നുന്നു അത് കുറച്ച് കൂടുതൽ നെഗറ്റീവ് കാര്യങ്ങൾ അതിനകത്ത് നടക്കും. നമ്മളൊരു പോസിറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഒരു നല്ല കാര്യമൊക്കെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും റെസ്പോൺസ് ഉണ്ടാവില്ല. അതേസമയം ഏതെങ്കിലും ഒരു ഷൂട്ടിംഗ് പിക്ചറോ എന്തെങ്കിലുമൊക്കെ ഒരു പിക്ചർ അങ്ങനത്തെ കാര്യങ്ങൾ ആൾക്കാർ കൂടുതലും നെഗറ്റീവ് ആയിട്ടാണ് അത് യൂസ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോഷ്യൽ നെറ്റ്വർക്ക്സ് കൂടുതൽ. പ്രണയം ഭയങ്കര നല്ല കാര്യമാണ്. പക്ഷെ ഞാൻ ഒട്ടും അത്ര നല്ല ആളല്ല എന്ന് തോന്നുന്നു പ്രണയിക്കാൻ. എന്ന് വെച്ചാൽ ഞാൻ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് ഇതുവരെ വന്നിട്ടുള്ളത്. പിന്നെ അതുമല്ല, ഞാൻ അതിനെപ്പറ്റി കൂടുതൽ ആലോചിച്ചിട്ടില്ല. നല്ലതാണെന്നൊക്കെ നമ്മളിങ്ങനെ പുസ്തകത്തിൽ വായിച്ചും അല്ലെങ്കിൽ നമുക്ക് കേട്ടറിവും അത്യാവശ്യമൊക്കെ അറിയാമെന്നല്ലാണ്ട് ഞാനങ്ങനെ പ്രണയിക്കാൻ പറ്റിയ ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. അങ്ങനെ ഞാൻ ആലോചിച്ചിട്ടില്ല പ്രണയത്തിനെ പറ്റിയുള്ള ഒരു കൺസെപ്റ്റ്. അങ്ങനെ ആലോചിച്ച് വെച്ചിട്ടൊന്നുമില്ല. അത് സമയമാകുമ്പോൾ നടക്കട്ടെ, അപ്പം ആലോചിക്കാം. നൊസ്റ്റാൾജിയ ഇപ്പം എന്താ പറയാ, നമ്മുടെ ചെറുപ്പം, നാട്, വീട്, സ്കൂള്, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളാണ്. ഞാൻ എപ്പോഴും ഒരു നൊസ്റ്റാൾജി കുട്ടിയാണ് ശരിക്കും പറഞ്ഞത്. എന്റെ സ്കൂള്, എന്റെ വീട്, എന്റെ നാട്, ഇതിനൊക്കെ പറ്റി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. ഇൻഡസ്ട്രി അല്ലെങ്കിൽ എന്റെ കോളേജ്, എല്ലാ സ്ഥലത്തും എന്നെ പൊതുവെ എന്റെ നാടിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടാണ് എല്ലാവരും പറയാറുണ്ടായിരുന്നത്. ഞാൻ എപ്പോഴും അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു.
നടുവട്ടം എന്ന് പറഞ്ഞിട്ട് പട്ടാമ്പിന്റെ അടുത്തുള്ളൊരു കൊപ്പം നടുവട്ടം എന്ന് പറയും, അവിടെയാണ് എന്റെ വീട്. നല്ലൊരു ഗ്രാമമാണ്. വീടിന്റെ തൊട്ടടുത്തൊരു വായനശാലയുണ്ട്. ഞാൻ സ്കൂളൊക്കെ പഠിച്ചത് പെരിന്തൽമണ്ണ പ്രസന്റേഷനിലാണ്. അപ്പം ഇതൊക്കെയാണ് എന്റെ നൊസ്റ്റാൾജിക് സ്ഥലങ്ങൾ. ഇവിടെയൊക്കെ തന്നെയാണ് ഞാൻ ഇപ്പോഴും നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലങ്ങളിലൊക്കെ തന്നെയാണ് എന്നെ കാണാൻ കിട്ടുന്നുണ്ടാവുക. സന്തോഷമായിട്ടുള്ള ഓരോ ഓർമ്മ അങ്ങനെ എടുത്ത് പറയാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ ഞാൻ ലൈഫിലെ ഓരോ മൊമെന്റ്സും നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്യുന്നത്, എല്ലാത്തിനെയും അത് നല്ല സെൻസിൽ പോസിറ്റീവായി ഹാപ്പി മൊമെന്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ നോക്കുന്ന ഒരാൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് എല്ലാ മൊമെന്റ്സും സ്പെഷ്യലാണ്. അങ്ങനെ ഒന്നും സ്പെഷ്യലായിട്ട് എനിക്ക് എടുത്ത് പറയാനേ ഇല്ല. ഇല്ലാന്നല്ല, എനിക്ക് തോന്നുന്നു ആ ദുഃഖവും ഞാൻ കുറയ്ക്കും. എന്താ വെച്ചാൽ ഇതിനെക്കാട്ടിലും വലിയ എന്ത് വരാനിരുന്നതാണ്, അത് ഇത്രയല്ലേ വന്നുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിലും സാറ്റിസ്ഫൈഡ് ആവാൻ നോക്കുന്ന ഒരാളാണ്. എനിക്ക് വെറുതെ എന്താ പറയാ ദുഃഖമുള്ള മൊമെന്റ്സ് അങ്ങനെ ഓർത്തിരിക്കാൻ തീരെ ഇഷ്ടമില്ല. അങ്ങനെയൊക്കെ ഉണ്ടോ? എനിക്കെന്തായാലും അങ്ങനെ ഒരു പ്രലോഭനമുള്ള ഒരു ഏരിയ ആയിട്ട് തോന്നിയിട്ടില്ല. ഞാൻ ഫിലിമിനെ ഭയങ്കര സീരിയസ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. എന്താ പറയാ, ഒരു സ്ട്രോങ് പവർഫുൾ മീഡിയം എന്നുള്ള രീതിക്കാണ്, അത്രയും ആളുകളുടെ ഇടയിൽ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു മീഡിയം എന്നുള്ള രീതിക്ക് തന്നെയാണ് ഞാൻ ഫിലിമിനെ കാണുന്നത്. പിന്നെ പ്രലോഭനങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഇതുവരെ ഒന്നും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി അറിയില്ലല്ലോ, പിന്നെ അതിനെപ്പറ്റി എന്ത് പറയാനാ. പുതുത് ഇനിയിപ്പം മരം പെയ്യുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഫിലിമാണ് ഷൂട്ട് നടക്കുന്നത്. അരുണ ഷാൻബാഗിന്റെ ലൈഫ് സ്റ്റോറി ആണ് ആ ഫിലിം. അനിൽ തോമസ് ആണ് ഡയറക്ട് ചെയ്യുന്നത്. കല്ലൂർ ശശി പ്രൊഡ്യൂസ് ചെയ്യുന്നു. MJ സാർ ക്യാമറ ചെയ്യുന്നു. വിനീതേട്ടനാണ് എന്റെ കൂടെ പേരായിട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഞാനിപ്പം ഒരു തമിഴ് പടമാണ് വേറെ ഷൂട്ട് നടക്കുന്നത്, തിലകർ എന്ന് പറഞ്ഞിട്ട്. ബാലകുമാറാണ് ആ ഫിലിമിന്റെ ഡയറക്ടർ. കിഷോറാണ് ഹീറോ. അപ്പൊ കിഷോർ സാറിന്റെ കൂടെയാണ് ആ ഫിലിം നടക്കുന്നത്. ഇത് രണ്ടുമാണ് ഇപ്പൊ നടക്കുന്ന പ്രോജക്ട്സ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഡോക്ടർ ബിജുവിന്റെ പെയിന്റിംഗ് ലൈഫ് എന്ന് പറയുന്ന ഒരു ഫിലിമാണ് കമ്മിറ്റ് ചെയ്തിട്ടുള്ളത്.